കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളിക്കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ച ഒരു കൂട്ടമുണ്ട്, സങ്കടപ്പെട്ട മറ്റൊരു കൂട്ടവുമുണ്ട്. സംവാദത്തിൽ ഒരിക്കൽ പോലും അടിപതറാത്ത നമ്മുടെ ഹീറോ നമ്മുടെ ദൈവമാണ്. ഇന്നും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ 3 ടീമുകൾ റെഡിയായി വന്നിട്ടുണ്ട്. അവരാരാണെന്ന് നോക്കാം. എവിടെ നിന്നാണോ വരുന്നത്? സെന്റ് മേരീസ് ചർച്ച് കല്ലിപ്പുള്ളി. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ആദ്യ എപ്പിസോഡിൽ നിങ്ങളിവിടെ പങ്കെടുത്തപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്രയും വലിയൊരു സ്റ്റേജിൽ ആദ്യമായിട്ടാണ് പങ്കെടുത്തത്. ഞങ്ങൾക്ക് എന്താ പറയുക, ഇതുവരെ പറഞ്ഞറിയിക്കാത്തൊരു അനുഭവമായിരുന്നു. അത് തുടക്കത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു വലിയൊരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ വചനങ്ങളൊക്കെ വായിച്ച് അങ്ങനെ പോകാറേ ഉള്ളൂ. പക്ഷേ ഇത് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ കുട്ടികൾക്കിടയിലോ ഒക്കെ ഉണ്ടായ എന്തെങ്കിലും ഒരു മാറ്റം, ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്ര പഠിക്കാനായിട്ട് സമയം കിട്ടാത്ത ഒരാളായിരുന്നു. കഴിയാത്ത പല കാര്യങ്ങളും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അതിനു വേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങി. എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. സാധിക്കാതെ വരുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്ക് ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒരു സമാധാനം, ആ ഒരു പ്രശ്നം എന്നെ ഈ ഇടയിലൊന്നും അലട്ടിയതേ ഇല്ല. അതിനോട് വളരെ ദൈവത്തിന് നന്ദി പറയുകയാണ്. വചനം പഠിക്കുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമാകുന്നില്ല എന്നാണ് വീണ്ടും നിങ്ങൾ തെളിയിക്കുന്നത്. മുന്നോട്ട് വരാം, ലോട്ട് എടുക്കാം, നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് തീരുമാനിക്കാം. വന്നോ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 2ാമത്തെ ടേബിളാണ്. പോയിക്കോളൂ. 2ാമത്തെ ടീം റെഡിയാണ്, നമുക്ക് പരിചയപ്പെടാം. ഹായ്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ ഒലിപ്പാറ സെന്റ് പൈസ് ചർച്ചിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ഇടവക വളരെ വിസ്തൃതമായി കിടക്കുന്നതാണോ അതോ? ഇല്ല, ഒരു ചെറിയ ഏരിയയാണ്. 230 കുടുംബങ്ങളാണ് അതിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായൊരു അനുഭവം ഒന്ന് പറയാമോ? ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഞങ്ങൾ പഠിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുവിധം എല്ലാ ആളുകളും തന്നെ ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കാൻ നിത്യജീവിതത്തിൽ അത് ഉൾപ്പെടുത്തി തുടങ്ങി. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും വിളിച്ച് ചോദിക്കുന്നതിന് പകരം ആദ്യം ഞങ്ങൾ ദൈവത്തോട് ഇത് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളതിന് തീരുമാനമെടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും ബൈബിളിൽ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതി, ദൈവം നമ്മളോട് സംസാരിക്കും. എന്തായാലും നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് നോക്കാം. മുൻപോട്ട് വരൂ, ലോട്ട് എടുക്കാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന 1ാമത്തെ ടേബിളാണ്. സന്തോഷമാണോ? പോയി, നമുക്ക് പുതിയ ടീം റെഡിയാണ്. ആരാണെന്ന് നോക്കാം. ഏതടവുകയാണ് നിങ്ങളുടെ? സെന്റ് മേരി ചർച്ച് പുല്ലിശ്ശേരി. ആദ്യം ഇതിനെക്കുറിച്ച് കേട്ടപ്പോഴേ നമ്മളങ്ങ് ഉള്ളിലുള്ള സ്ഥലമാണ്, അവിടെ നിന്ന് കുറേ ദൂരം സഞ്ചരിച്ച് ഇവിടെ വരണം, ഇതൊക്കെ ഒരു മെനക്കേടാണ്, അങ്ങനെ വല്ലതും ഒക്കെ തോന്നിയോ?
ഞങ്ങൾക്ക് അത്ര ദൂരം എന്ന് പറയാൻ മാത്രമേ ഇല്ല. പക്ഷെ എന്നിരുന്നാൽ ഈ പഠിക്കുന്ന മേഖലയിൽ ഇതെന്താണ് എന്നറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എവിടുന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സജ്ജീകരണങ്ങൾ എങ്ങനെയാണ് എന്ന് അറിയുന്നതിലൊരു കൗതുകവും ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കൗതുകം മാറി നമുക്ക് അത് ബൈബിളിനെ സ്നേഹിക്കാനുള്ള ഒരു തീർച്ചയായും പ്രേരണയിലേക്ക് എത്തി. ബൈബിളിനെ കൂടുതലായിട്ട് സ്നേഹിച്ചപ്പോൾ എന്താണ് ഒരു അനുഭവം? കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് പഠിക്കാൻ സാധിച്ചു. പിന്നെ CCC പുതിയത് പഠിക്കാൻ തന്നപ്പോൾ നമുക്ക് ബൈബിളിൻ്റെ വചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അതെന്താണ്, ഏതൊക്കെ അർത്ഥ തലങ്ങളിലൂടെ പോകുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവ് തരാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു പഠന സിലബസാണ് ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് മുൻപോട്ട് വരാം. നിങ്ങളുടെ ലോട്ട് എടുക്കാം, ഏതാണ് ടേബിളെന്ന് തീരുമാനിക്കാം. വന്നോളൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 3ാമത്തെ ടേബിളാണ്. പോയിക്കോളൂ. വചനത്തിന്റെ ഈ ആഘോഷവേദിയിൽ ഇന്ന് നമ്മോടൊപ്പം 3 ടീമുകളുണ്ട്. കല്ലേപ്പുള്ളി, ഒലിപ്പാറ, പുല്ലിശ്ശേരി. തീർച്ചയായും ഇനി നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കാം. വെൽക്കമിംഗ് our quiz master, Reverend Dr. Father Arun Kalamattuppil. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ചൈതന്യമാർന്ന മുഖം. അത് അനാവൃതമാകുന്നത് കർത്താവായ ഈശോ മിശിഹായിലാണ്, അവിടുത്തെ മനുഷ്യാവതാരത്തിലാണ്. ഈ ദിവസങ്ങളിലൊക്കെ വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതും ഈശോയുടെ ആ മുഖം തന്നെയായിരുന്നു. നമ്മൾ ആരംഭിക്കുകയാണ് പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ പുതിയൊരു എപ്പിസോഡ്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ടിമലിപ്പാറ, കഴിഞ്ഞ മത്സരശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? കഴിഞ്ഞ മത്സരശേഷം ദൈവവചനം കൂടുതൽ ഒന്നും കൂടെ പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹവും അത് ഹൃദയസ്ഥമാക്കാനുള്ള നമ്മളെ കൊണ്ട് സാധിക്കുമെന്നുള്ള. സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം? കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനം. 2ാം സ്ഥാനത്തായിരുന്നു. അതിൽ നിന്ന് പുരോഗമിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഒന്നും കൂടെ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. കല്ലേപ്പള്ളി അറിയിച്ചു. എന്ത് ചെയ്തു? ഞങ്ങളും ഇതുപോലെ തന്നെ ഞങ്ങൾ നന്നായി പഠിച്ചു. CCC ആണ് ഞങ്ങൾക്ക് കൂടുതൽ ഇരുന്ന് പഠിക്കേണ്ടതായിട്ട് വന്നത്. CCC പഠിക്കാൻ എളുപ്പമല്ലായിരുന്നു? എളുപ്പമായിരുന്നു. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പിന്നീട് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചപ്പോൾ വളരെ ഈസിയായി, അതൊരു ഒഴുക്കുണ്ടെന്ന് മനസ്സിലായി. ആരെങ്കിലും നിങ്ങളെ സഹായിച്ചോ പഠിക്കാനൊക്കെ? ഞങ്ങൾക്ക് പുസ്തകങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഞങ്ങൾ തന്നെ അത് വായിച്ച് അന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കി, പഠിക്കാൻ തന്ന ഭാഗവും ബൈബിൾ ഭാഗവും CCC തമ്മിൽ നല്ല ബന്ധം, ഒരു ഇന്റർ റിലേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ശരിയായ കണ്ടെത്തൽ. പുല്ലിശ്ശേരി, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമൊക്കെ തോന്നിയോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയാ തോന്നിയത്? CCC പഠിക്കാൻ കിട്ടിയപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നിയില്ല? ആദ്യം കണ്ടപ്പോൾ നല്ല വിഷമം തോന്നിയിരുന്നു. കാരണം ഒന്നും വായിച്ചാലൊന്നും മനസ്സിലാവാത്തൊരു പ്രതീതിയായിരുന്നു. പിന്നീട് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, അതിൻ്റെ ഓരോ വ്യാഖ്യാനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് CCC ആണ്. വിശുദ്ധ ഗ്രന്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് CCC ആണ്. CCC പഠിക്കുമ്പോഴാണ്. അതെ അല്ലേ? നന്നായിരിക്കുന്നു. നമ്മൾ ആരംഭിക്കുകയാണ്. പരമാവധി പോയിന്റുകൾ നിങ്ങളുടെ കളപ്പുരകളിലേക്ക് ശേഖരിച്ചു വെക്കാനുള്ള ഒരു റൗണ്ടാണിത്. സാധാരണ ഒരു ചോദ്യത്തിന് ആ ചോദ്യം ലഭിക്കുന്നവർക്ക് മാത്രമാണ് ഉത്തരം പറയാൻ അവസരമുണ്ടാകുക, അഥവാ പോയിന്റ് നേടാൻ പറ്റുക. എന്നാൽ ഇവിടെ ചോദ്യം ലഭിക്കുന്ന ടീമിന് മാത്രമല്ല, മറ്റ് 2 ടീമുകൾക്കും പോയിന്റ് നേടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഓരോ ചോദ്യത്തിനും 3 ടീമുകൾക്കും പോയിന്റ് ലഭിക്കാവുന്ന വിധത്തിലാണ് ഈ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്രമീകരണം എങ്ങനെയാണ്? ചോദ്യം ഒരു ടീമിനോട് ചോദിക്കും. അവർ അതിൻ്റെ ഉത്തരം ആലോചിച്ചുകൊണ്ടിരിക്കെ മറ്റ് 2 ടീമുകളും തങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കടലാസിൽ രേഖപ്പെടുത്തും. അതിനുശേഷം ചോദ്യം നൽകിയ ടീമിനോട് ഉത്തരം പറയാൻ ആവശ്യപ്പെടും. ശരിയെങ്കിൽ അവർക്ക് 30 പോയിന്റ് കൊടുക്കും. ഇനി അതിനുശേഷം 2ാമത്തെയും 3ാമത്തെയും ടീമുകൾക്ക് അവരെഴുതിയ ഉത്തരം എന്താണ് എന്ന് പറയാനുള്ള അവസരമുണ്ടാകും. നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്കും കിട്ടും പോയിന്റ്. 20 പോയിന്റുകളാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത്. മൈനസ് പോയിന്റുകളൊന്നും ഉണ്ടാവില്ല. തെറ്റിയാൽ പോയിന്റ് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം ടീം ഒലിപ്പാറയോടാണ്. ഒലിപ്പാറ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. യൂദാസ്കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം
300 ദനാറയ്ക്ക് വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തില്ല. എന്നിട്ട് വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ യോഹന്നാൻ നൽകുന്ന ഒരു കമൻ്റ് ഇങ്ങനെയാണ്: അവനിത് പറഞ്ഞത് പാവങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടൊക്കെയാണ്? 3 കാരണങ്ങളാണുള്ളത്. സമയം പൂർത്തിയാവുകയാണ്. ക്യാപിയർ പെൻ. ടീം ഒലിപ്പാറ, നിങ്ങൾക്ക് ഉത്തരം അറിയാം അല്ലേ? പറയൂ. അവൻ കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. 3 ആരോപണങ്ങളാണുള്ളത്. 1, അവൻ കള്ളനായിരുന്നത് കൊണ്ട്. 2, പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ട്. 3, അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ട് എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം അവനെക്കുറിച്ച് പറയുന്നത്. പലപ്പോഴും പാവങ്ങളെ സഹായിച്ചുകൂടെ എന്ന ചോദ്യത്തിൻ്റെ പുറകിൽ ശുദ്ധമല്ലാത്ത ഒരു മനസ്സിൻ്റെ സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവിടെ ഈശോ അത് ചെയ്തയാളോട് പറഞ്ഞു, നീ ചെയ്തത് നന്നായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ഇവൻ ആ പ്രവൃത്തിയിൽ കണ്ടത് 300 ദനാറ വിലയുള്ള തൈലത്തെ മാത്രമാണ്. പക്ഷേ അത് ചെയ്തയാൾ, അതാരാണത് ചെയ്തത്? മറിയം. എന്താണ് ചെയ്തത്? മറിയം സുഗന്ധതൈലം യേശുവിൻ്റെ പാദങ്ങളെ പൂശുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. അവൾ ആ സുഗന്ധതൈലത്തിൻ്റെ വിറ്റാൽ കിട്ടുന്ന വിലയേക്കാൾ ദൈവത്തെ മൂല്യമുള്ളതായി കണ്ടു. ദൈവത്തിന് കൊടുക്കുന്ന വലിയ സ്ഥാനമാണ് സത്യത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയൊക്കെ ആധാരം. നമ്മുടെയൊക്കെ മനോഹരമായ ദേവാലയങ്ങൾ, വലിയ ദേവാലയങ്ങളൊക്കെ പണിയുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, ദൈവത്തിന് എന്തിനാണ് പണം? ദൈവത്തിന് എന്തിനാണ് വലിയ ആലയം? സത്യത്തിൽ അത് ദൈവത്തിന് വേണ്ടിയല്ല, ദൈവജനത്തിന് വേണ്ടി തന്നെയാണ്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെയൊക്കെ ഇടവക ദേവാലയം ഇങ്ങനെ തലയുയർത്തി നിൽക്കുമ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യം ഇതാണ്: ഞങ്ങൾ ക്രൈസ്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞങ്ങളുടെ ഭവനത്തേക്കാൾ പ്രധാനപ്പെട്ടത് അവിടുത്തെ ആലയമാണ്. അങ്ങാണ് ഞങ്ങളുടേത്, അങ്ങാണ് ഞങ്ങളുടെ സമ്പാദ്യമെന്നാണ് അതിലൂടെ വിളിച്ചു പറയുന്നത്. അതിൻ്റെ ഒരു അഭാവമാണ് ഈ പരാമർശത്തിൽ കണ്ടത്. ടീം ഒലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. കല്ലേപ്പള്ളി, ഒലിപ്പാറയ്ക്ക് പോയിന്റ് കിട്ടിയത് കണ്ട് സങ്കടമായി പോയോ? വിഷമിച്ച് നിൽക്കുന്നുണ്ടോണ്ട് ചോദിച്ചതാണ്. അങ്ങനെയൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ ഉത്തരം? അവൻ കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടും. ചിമ്പുലിശ്ശേരി. അവൻ കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു അതിൽ വീഴുന്നത് അവൻ എടുക്കുന്നതും കൊണ്ടാണ്. ഉത്തരം ശരിയാണ്. ടീം കല്ലേപ്പള്ളിക്കും ടീം പുല്ലിശ്ശേരിക്കും 20 പോയിന്റ് വീതം ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം കല്ലേപ്പള്ളിക്കാണ്. സ്വന്തമായി ഇടവകയുടെ പ്രദേശത്ത് ഒരു സെമിനാരിയൊക്കെയുള്ള ഒരു ഇടവകക്കാരാണ് നിങ്ങൾ, അല്ലേ? നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകി. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ വന്നത്. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞതെന്താണ്? സമയം പൂർത്തിയാകുന്നു. ക്യാപിയർ പെൻ. ടീം കല്ലേപ്പള്ളി, എന്താണ് ഫരിസേയർ പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? പറയൂ. നോക്കൂ, ലോകം അവൻ്റെ പുറകെ പോയി കഴിഞ്ഞു, നമ്മൾ നിസ്സഹായരാണ്. ആശയം ശരിയാണ്. നോക്കൂ, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കാണുന്നില്ലേ? ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. അതൊരു വലിയ പ്രസ്താവനയാണ്. ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ഫരിസേയർ അത് തിരിച്ചറിയുകയാണ്. സത്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാര്യം ഇതാണ്: ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. എത്രയോ കോടാനുകോടി ജനങ്ങളാണ് അവൻ്റെ പിന്നാലെ പോയത്. ഇന്നും എത്രയോ കോടാനുകോടി ജനങ്ങളാണ് അവനെ അനുഗമിക്കുന്നത്.
ഫരിസേയർ അന്ന് പറഞ്ഞു, നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവരുടെ നിസ്സഹായാവസ്ഥയാണ്. ഉത്തരം ശരിയാണ് കല്ലേപ്പള്ളി. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പുല്ലിശ്ശേരി, നിങ്ങൾ എഴുതിയ ഉത്തരം പറയൂ. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. വെളിപ്പാറ. നമ്മൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ഉത്തരം ശരിയാണ്. ടീം വെളിപ്പാറ, പുല്ലിശ്ശേരി, 2 ടീമിന് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പുല്ലിശ്ശേരി, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ലാസർ ഉയർപ്പിക്കപ്പെട്ടതറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടേക്കെത്തി. പുരോഹിത പ്രമുഖന്മാരും അവിടെ എത്തി. എന്താണ് അവർ കൂടിയാലോചിച്ചത്? കഴിഞ്ഞു. ടീം പുല്ലിശ്ശേരി, ഉത്തരം പറയാം. ലാസറിനെ കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. ഈശോയെ മാത്രമല്ല, ലാസറിനെയും കൂടി കൊല്ലാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. നിങ്ങളുടെ ഉത്തരം ശരിയാണ് പുല്ലിശ്ശേരി. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനം. വരിപ്പാറ, എന്താണ് ഉത്തരം? അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ വധിക്കാൻ കൂടിയാലോചിച്ചു. വധിക്കാൻ, ലാസറിനെ വധിക്കാൻ കൂടിയാലോചിച്ചു. കല്ലേപ്പള്ളി. ലാസറിനെ കൂടി വധിക്കാൻ. ലാസറിനെ കൂടി വധിക്കാം എന്ന് പറഞ്ഞാൽ ഈശോയെയും ലാസറിനെയും അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി, എന്തൊരവസ്ഥയാണെന്ന് ഓർത്ത് നോക്ക്. ഈശോ ഒരാൾക്ക് മരണത്തിൽ നിന്ന് ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ വേഗം അവനെ കൊല്ലണമെന്ന് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞ ടീം കല്ലേപ്പള്ളി, ടീം വലിപ്പാറ, നിങ്ങൾക്ക് 2 പേർക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഒന്നാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എന്താണ് പോയിന്റ് നില എന്ന് നമുക്ക് നോക്കാം. സ്കോർ ബോർഡ്. ആദ്യത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ എല്ലാ ടീമുകളും 70 പോയിന്റ്സ് ആണ് നേടിയിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരുപക്ഷെ നിങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന, ഭയപ്പെടുത്താനിടയുള്ള റൗണ്ടാണ്. കാരണം ഉത്തരം അറിഞ്ഞാൽ മാത്രം പോരാ, തക്ക സമയത്ത് ബസറമർത്താൻ കൂടി കഴിഞ്ഞാലേ ഉത്തരം പറയാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. ഒരുപക്ഷെ ഒരു ടീമിന് തന്നെ മുഴുവൻ പോയിന്റും നേടാൻ പോലുമുള്ള സാധ്യത ഈ റൗണ്ട് തുറന്നിടുകയാണ്. ബസർ ചെയ്തിട്ട് ഉത്തരം പറഞ്ഞാൽ 30 പോയിന്റ് ലഭിക്കും. തെറ്റിയാൽ അഥവാ പറയാതിരുന്നാൽ 10 പോയിന്റ് തിരിച്ചെടുക്കും. ഉത്തരം തെറ്റിയാൽ ആ ചോദ്യം പാസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ റൗണ്ടിൻ്റെ ക്രമം. നമുക്ക് ആരംഭിക്കാം. ചോദ്യം ഇതാണ്. പുരാതന റോമാ സാമ്രാജ്യത്തിൻ്റെ പൗരസ്ത്യ ഭാഗം മുഴുവനിലും സുവിശേഷം എത്തിച്ചത് വിശുദ്ധ പൗലോസാണ്. ഈ പൗരസ്ത്യ ഭാഗം എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെ? ടീം കല്ലേപ്പള്ളി. ടീം കല്ലേപ്പള്ളി, നിങ്ങളാണ് ബസർ ചെയ്തിരിക്കുന്നത്. ജെറുസലേം മുതൽ ഇല്ലിറിക്കോൺ വരെ. ഇത്ര ശരിയാണ്. ജെറൂസലേം മുതൽ ഇല്ലിറിക്കോൺ വരെ. അതിനെയാണ് പൗരസ്ത്യദേശം മുഴുവൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ടീം കല്ലേപ്പള്ളിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. രണ്ടാമത്തെ ചോദ്യം. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴിവുകഴിവില്ല. ആരെയാണ് ഈ അവർ എന്നതുകൊണ്ട് പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത്? ടീം കല്ലേപ്പള്ളി. റോമയിലെ സഭയെക്കുറിച്ച്. റോമയിലെ സഭയെക്കുറിച്ചാണ്. ഉത്തരം തെറ്റാണ് എന്ന് വേണം പറയാൻ. ടീം പുല്ലിശ്ശേരി. മനുഷ്യരെക്കുറിച്ച്. മനുഷ്യരെക്കുറിച്ചാണ്. മനുഷ്യരുടെ തിന്മയെക്കുറിച്ച്. എങ്ങനെ? മനുഷ്യരെക്കുറിച്ചാണ്, മൃഗങ്ങളെക്കുറിച്ചല്ല എന്നാണ് ഉദ്ദേശിച്ചത്. മനുഷ്യന്റെ തിന്മയ്ക്കെതിരായി ദൈവത്തിന്റെ ക്രോധം. തെറ്റാണ് ടീം പുല്ലിശ്ശേരി.
ടീം ഒലിപ്പാറ. അനീതിയിൽ സത്യത്തെ വളച്ചിടുന്നവര്, അതായത് റോമായിലെ വിജാതീയരെയാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരം തെറ്റാണ് ടീം ഒലിപ്പാറ. നിങ്ങൾക്ക് ആർക്ക് പറയാം? ദുഷ്ടതയും അനീതിയും നിറഞ്ഞ മനുഷ്യരെ കുറിച്ച്. അല്ല, ഉത്തരം ലളിതമാണ്. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്കും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ അവർ അറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെയല്ല, സൃഷ്ടവസ്തുക്കളിലൂടെ, അതായത് സൃഷ്ടപ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് വഴി അവർ ദൈവത്തിൻ്റെ ശക്തി അറിഞ്ഞിട്ടുണ്ട്. ആരെക്കുറിച്ചായിരിക്കും അത്? വിജാതീയരെ കുറിച്ചാണ്, യഹൂദരല്ലാത്തവരെ കുറിച്ചാണ്. കാരണം യഹൂദർക്ക് ദൈവം നേരിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവർ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്നും ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴിവുകഴിവില്ല എന്നാണ് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നത്. അതിനു മുൻപ് എനിക്ക് കിട്ടേണ്ട ചില പോയിന്റുകളുണ്ട്. കല്ലേപ്പള്ളി 10 പോയിന്റ് തിരിച്ചറിഞ്ഞു. താങ്ക് യു. അധമ വികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ടീം പുല്ലിശ്ശേരി. ഒരു പരീക്ഷണത്തിന് മുതിരുകയാണ് എന്ന് നിങ്ങളുടെ മുഖഭാവത്തിൽ നിന്നറിയാം. ഉത്തരം പറയാം. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തമാണ് ദൈവം. ഉത്തരം ശരിയാണ്. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം ദൈവം അവരെ അശുദ്ധിക്കും അനുചിത പ്രവർത്തികൾക്കും ഒക്കെയായി വിട്ടുകൊടുത്തു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. ദൈവമാണ് അങ്ങനെ വിട്ടുകൊടുക്കുന്നത്. അവരെ അത്രയേറെ തിന്മകൾ പ്രവർത്തിക്കുന്നത്. ദൈവം ആരെയും വിട്ടുകൊടുക്കുന്നതല്ല, പകരം അതൊരു സെമിറ്റിക് ഭാഷാ ശൈലിയാണ്. എല്ലാം ദൈവമാണ്, ദൈവമല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്നതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ദൈവം അവരെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ അനുവദിച്ചു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അല്ലാതെ ദൈവം അവരെ അങ്ങനെ അങ്ങ് തിന്മയ്ക്കായി അഥവാ തിന്മ ചെയ്യുന്നവരാക്കി അങ്ങ് ദൈവം അവരെ വിധിച്ച് മാറ്റി നിർത്തുന്നൊന്നുമല്ല. ടിമ്പുലിശ്ശേരി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. വചനം രേഖപ്പെടുത്തപ്പെടുന്നതിനെ കുറിച്ച് തന്നെ പരാമർശിക്കുന്ന വിധത്തിൽ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ എഴുതുന്നതിങ്ങനെയാണ്: ഇപ്പോൾ ഇത് എഴുതുന്നതാകട്ടെ എനിക്ക് താമസം നേരിട്ടാൽ എന്ന് തുടങ്ങിയാണത്. ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് നിന്റെ അറിവിനായി നിർദ്ദേശിക്കാനാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ ദൈവഭവനം അഥവാ തിരുസഭയ്ക്ക് കൊടുക്കുന്ന 3 വിശേഷണങ്ങളുണ്ട് അവിടെ. ഏതൊക്കെയാണത്? 3 അറിയാമെങ്കിൽ ബസൻസ്. ടീം കല്ലേപ്പള്ളി 3 അറിയാം എന്നുള്ളത് കൊണ്ടാണ് ബസർ ചെയ്തിരിക്കുന്നത് അല്ലേ? ആലോചിച്ച് പറഞ്ഞു. സത്യത്തിൻ്റെ ഭവനവും സത്യത്തിൻ്റെ നെടുന്തൂണും കോട്ടയും ദൈവത്തിൻ്റെ ഭവനം. ടീം കല്ലേപ്പള്ളി, ചെറിയ മിസ്റ്റേക്കാണെന്ന് തോന്നിയാലും അതിൽ സാരമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് പാസ് ചെയ്യേണ്ടി വരുന്നത്. ടീം പുലിശ്ശേരി. സത്യത്തിൻ്റെ തൂണും കോട്ടയും ആയ ദൈവഭവനത്തിൻ്റെ 3 കാര്യങ്ങളുണ്ട്. പാസ് ചെയ്യപ്പെടുകയാണ്. ടീം ഒലിപ്പാറ. ജീവിക്കുന്ന ദൈവത്തിന്റെ ഭവനവും സത്യത്തിന്റെ തൂണും കോട്ടയുമായ ദൈവഭവനം. ടീം ഒലിപ്പാറ, നിങ്ങളുടെ ഉത്തരം ഒരു 90-95% ശരിയാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കപ്പെടാവുന്നതാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും, സഭ ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും, 2 സത്യത്തിന്റെ തൂണും കോട്ടയും. കോട്ടയും. തിരുസഭയെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭ. മനുഷ്യൻ്റെ കൂട്ടായ്മയെന്നൊന്നുമല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയാണ്. സത്യത്തിൻ്റെ നെടുന്തൂണാണത്. 3ാമത് സംരക്ഷണത്തിൻ്റെ കോട്ടയാണ്. ടീം ഒലിപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റ്. അഭിനന്ദനം. കല്ലേപ്പള്ളി 10 പോയിന്റ് തിരിച്ചു തരേണ്ടി വരികയാണ്. ഇത് 2ാമത്തെ പ്രാവശ്യമാണല്ലേ? സാരമില്ല, തരും. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. സംഘർഷഭരിതമായ നിമിഷങ്ങൾക്കൊടുവിൽ ആരൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത്, ആർക്കൊക്കെയാണ് ആശ്വസിക്കാൻ വകയുള്ളത്, നമുക്ക് നോക്കാം. സ്കോർ ബോർഡ്. ടീം ഒലിപ്പാറ 90 പോയിന്റ്സ്. ടീം കല്ലേപ്പുള്ളി 80 പോയിന്റ്സ്. ടീം പുല്ലിശ്ശേരി 100 പോയിന്റ്സ്.
വിഷ്വൽ റൗണ്ട് നമുക്കറിയാവുന്നതുപോലെ ദൃശ്യമാണ് ചോദ്യം, അത് തിരിച്ചറിയുന്നതാണ് ഉത്തരം. 30 പോയിന്റാണ് ലഭിക്കാനുള്ളത്. തെറ്റിയാൽ മൈനസ് പോയിന്റുകളില്ല. ചോദ്യം പാസ് ചെയ്യുന്നതാണ്. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതുമാണ്. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെയാണ് നിങ്ങൾ ഉത്തരം നൽകുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 20 പോയിന്റ് മാത്രമായിരിക്കും. നമുക്ക് ആരംഭിക്കാം. ചോദ്യം ആരംഭിക്കുന്നത് ടീം കല്ലേപ്പള്ളിയിൽ നിന്നാണ്. കല്ലേപ്പള്ളി, ചിത്രത്തിലേക്ക് പോകാം അല്ലേ? വിഷ്വൽ. ചിത്രത്തിൽ കാണുന്നത് യോഹന്നാൻ 13:5 ദൃശ്യാവിഷ്കാരമാണ്. ഈ വചനം കൃത്യമായി പറയണം. കർത്താവെ, നീ എൻ്റെ പാദങ്ങൾ കഴുകുന്നുവോ? ഉത്തരം തെറ്റാണല്ലോ ടീം കല്ലേപ്പള്ളി. യോഹന്നാന്റെ സുവിശേഷം 13:5 പാസ് ചെയ്യപ്പെടുകയാണ് ടീം പുല്ലിശ്ശേരി. അനന്തരം താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും തൻ്റെ തുവാല കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. അത്രയോ? അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. എത്രയോ തവണ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള, കാണാതെ എല്ലാവർക്കും അറിയാവുന്ന, പെസഹ കാലങ്ങളിലൊക്കെ അനേകം തവണ ആവർത്തിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമായിരുന്നു. അല്പം ചെറിയ ഒരു മിസ്റ്റേക്കാണ് വന്നത്. ടീം പുല്ലിശ്ശേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. 20 പോയിന്റ് കിട്ടിയ ഉടനെ തന്നെ 30 പോയിന്റിന്റെ അടുത്ത ചോദ്യവും നിങ്ങൾക്ക് ലഭിക്കുകയാണ്. എന്തൊരു ഭാഗ്യം അല്ലേ? വിഷ്വൽ. ചിത്രത്തിൽ കാണുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാം. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചവൻ യേശുവിന്റെ വക്ഷസ്സിൽ ചാരിക്കിടന്നു. അതാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടത് അല്ലേ? ടീം പുല്ലിശ്ശേരി, ഒരു ചിത്രമാകുമ്പോൾ അത് ശ്രദ്ധിച്ച് കാണണ്ടേ? പാസ് ചെയ്യപ്പെടുകയാണ് ഒലിപ്പാറ. അത്താഴ സമയത്ത് ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് ടീം കല്ലേപ്പള്ളി. ലാസറിൻ്റെ വീട്ടിൽ മറിയം കർത്താവിൻ്റെ പാദങ്ങൾ തൈലം പൂശി മുടി കൊണ്ട് തുടയ്ക്കുന്നത്. ആര്? കർത്താവോ? അല്ല, മറിയം. കർത്താവിൻ്റെ പാദങ്ങൾ തൻ്റെ തലമുടി കൊണ്ട് തുടയ്ക്കുന്ന പാദങ്ങൾ തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് തുടയ്ക്കുന്നതാണ് ചിത്രത്തിൽ കണ്ടത്. ടീം കല്ലേപ്പള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. പുല്ലിശ്ശേരി, ഒലിപ്പാറ, ഒരു ചിത്രം കാണുമ്പോൾ അതിൻ്റെ എല്ലാ വശവും പരിശോധിക്കണ്ടേ? അതിനല്ലേ ചിത്രം കാണുക എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ടീം ഒലിപ്പാറയ്ക്കുള്ളതാണ്. ടീം ഒലിപ്പാറ, വിഷ്വൽ. ഈശോയും ശിഷ്യന്മാരും പെസഹ ഭക്ഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ ചിത്രീകരണമാണ്. എന്താണ് ആ സംഭവം? അത്താഴത്തിനൊടുവിൽ യൂദാസ്കറിയാത്ത പുറത്തേക്ക് പോകുന്നു. ഉത്തരം ശരിയാണ്. അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ തന്നെ യൂദാസ് പുറത്തേക്ക് പോകുന്നു. അവിടെ അന്ധകാരമായിരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ യൂദാസിൻ്റെ ആ പ്രദേശം മുഴുവനും ഇരുണ്ടൊക്കെ ഇരിക്കുന്നത്. ചിത്രം വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാം ഘട്ടം അത് നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങൾ ഈ റൗണ്ടിൻ്റെ താരങ്ങളാണ്. നിങ്ങളുടെ ഉത്തരം നിർണായകമാണ്. 30 പോയിന്റാണ് നിങ്ങൾക്കും ലഭിക്കാവുന്നത്. ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ടീം കല്ലേപ്പള്ളിക്കുള്ളതാണ്. ടീം കല്ലേപ്പള്ളി, ചിത്രങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ചോദ്യത്തിലേക്ക് പോകാം. വിഷ്വൽ. ഒരു വത്തിക്കാൻ കാര്യാലയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് ചിത്രത്തിൽ. ആർച്ച് ബിഷപ്പ് എഡ്ഗർ പെനയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടുകൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. ഏതു രാജ്യത്താണ് ഈ വത്തിക്കാൻ കാര്യാലയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതായി ചിത്രത്തിൽ കാണുന്നത്? അബുദാബി. ടീം കല്ലേപ്പള്ളി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ടീം പുല്ലിശ്ശേരി, നിങ്ങൾക്കുള്ള ചോദ്യമാണ് അടുത്തത്. വിഷ്വൽ. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലുമായി വ്യാപിച്ചു കിടക്കുന്ന സീറോ മലബാർ സഭയുടെ ബിജ്നോർ രൂപതയുടെ 3ാമത്തെ അധ്യക്ഷൻ. ഇരിങ്ങാലക്കുട രൂപതാംഗമായ ഇദ്ദേഹം
2019 മെത്രാനായി ഉയർത്തപ്പെട്ടു. ആരാണ് ഈ അഭിവന്ദ്യ പിതാവ്? വിൻസെന്റ് നെല്ലായിപ്പറമ്പിൽ. ഉത്തരം ശരിയാണ്. അത് മാർ വിൻസെന്റ് നെല്ലായിപ്പറമ്പിൽ പിതാവാണ്. അഭിനന്ദനങ്ങൾ ടീം പുലിശ്ശേരി. ശരി, നമുക്ക് പോകാം. അടുത്ത ചോദ്യം ടീം ഒലിപ്പാറയ്ക്കാണ്. ടീം ഒലിപ്പാറ, നിങ്ങൾക്കുള്ള ചിത്രം. താടിയെല്ലിന് ക്യാൻസർ ബാധിച്ച് ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോഴും ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തി മുറുകെ പിടിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു യുവതിയാണിത്. വാഴ്ത്തപ്പെട്ട കാർലോസ് അക്യുറ്റിസിനെ അനുസ്മരിപ്പിക്കും വിധം വിശുദ്ധ ജീവിതം നയിച്ച കൊച്ചി വൈറ്റില സ്വദേശിനിയായ ഈ യുവതിയുടെ പേരെന്താണ്? ഈ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയായി. അജ്ന ജോർജ്. ഉത്തരം ശരിയാണ് ടീം ഒലിപ്പാറ. നിങ്ങളുടെ ഉത്തരം ശരിയാണത്. അജ്ന ജോർജ് ആണ്. അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ റൗണ്ടിന്റെ സമാപനത്തിൽ ഏതൊക്കെ ടീമുകളാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്കും എനിക്കും താല്പര്യമുണ്ട്. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. ടീം ഒലിപ്പാറ 150 പോയിന്റ്സ്. ടീം കല്ലേപ്പള്ളി 130 പോയിന്റ്സ്. ടീം പുള്ളിശ്ശേരി 150 പോയിന്റ്സ്. ഈ റൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വചനഭാഗം നിങ്ങളോട് പറയും. നിങ്ങൾ വളരെ പെട്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് അതെവിടെയാണ് എന്ന് കണ്ടെത്തണം. കണ്ടെത്തിയ ശേഷം അതിൽ വിരൽ തൊട്ടിട്ട് അതിന് തൊട്ടു മുൻപുള്ള വചനവും ഞാൻ പറഞ്ഞ വചനവും കൂട്ടിച്ചേർത്ത് വായിച്ച് കേൾപ്പിക്കണം. 30 സെക്കൻഡിനുള്ളിൽ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ഇനി 20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ ക്വിസ് മാസ്റ്റർ സ്വന്തം നിലയ്ക്ക് ഒരു 10 പോയിന്റ് സമ്മാനം കൂടി തരും. നമുക്ക് ആരംഭിക്കാം. ചോദ്യം ടീം പുല്ലിശ്ശേരിയോടാണ്. നിങ്ങൾക്ക് വചനഭാഗങ്ങൾ എവിടെയൊക്കെയാണ് എന്നും അറിയാം അല്ലേ? ചോദ്യം: നിന്നെക്കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. നിന്നെക്കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, അവയ്ക്കു വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ. നിന്നെക്കുറിച്ചും നിന്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്ന വഴി നീ നിന്നെ തന്നെയും നിന്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. ഏതാണ് വചനഭാഗം? 1 തിമോത്തിയോസ് 4-ാം അധ്യായം 15-ാം വാക്യവും 16-ാം വാക്യവും. ഉത്തരം ശരിയാണ് ടീം പുല്ലിശ്ശേരി. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റും പിന്നെ സമ്മാനമായ 10 പോയിന്റും ചേർത്ത് 40 പോയിന്റുകൾ. ടീം ഒലിപ്പാറ, രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ കണ്ടെത്തേണ്ട വചനഭാഗം ഇതാണ്: യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾക്ക് കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തം മകൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ടീം ഒലിപ്പാറ, ഉത്തരം ശരിയാണെന്ന് മാത്രമല്ല നിങ്ങൾ 10-12 സെക്കൻഡിനുള്ളിൽ അത് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 40 പോയിന്റുകൾ. ടീം കല്ലേപ്പള്ളി, മറ്റ് 2 ടീമുകളും സമയത്തിനു മുൻപേ കണ്ടെത്തി പോയിന്റും മേടിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ആശങ്ക കൂടിയോ? ചെറുതായിട്ട് കൂടി. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ശരി, തയ്യാറായിക്കൊള്ളൂ. ചോദ്യം: ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ്.
2 സെക്കൻഡ് കൂടി. 1, 0. ടൈം ഔട്ട്. ടൈം ഔട്ട്. ടീം കല്ലേപ്പള്ളി, ഏതാണ് ആ വചനഭാഗം? നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു? അത് ഏതാണ് ആ വചനഭാഗം? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 24-ാം അധ്യായം 16-ാം വാക്യം. ഒന്ന് വായിച്ചു നോക്കി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസ്സാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ്. സമയം കടന്നുപോയാൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കാത്തത്. ഈ റൗണ്ടിൻ്റെ അടുത്ത ഘട്ടം ഏറെ രസകരമാണ്. ചോദ്യം ചോദിക്കുകയുമല്ല, ഉത്തരം പറയുകയുമല്ല. ചോദ്യം നൽകപ്പെടുന്നു, ഉത്തരം ചെയ്തു കാണിക്കുന്നു. ഇതൊരു ടീം വർക്കാണ്. ഈ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ടീമിന് അവസരം ലഭിക്കുമ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന വാക്കുകൾ അവ പരിശോധിച്ച് അവയിൽ ഒളിഞ്ഞിരിക്കുന്ന വചനം ഏതാണെന്ന് കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് കൃത്യമായി അത് ഈ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്തിട്ട് മൈക്ക് വാങ്ങി അത് വായിച്ച് കേൾപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ 1 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 30 പോയിന്റുകളാണ്. ടീം പുലിശ്ശേരി, നിങ്ങൾ തയ്യാറാണ് അല്ലേ? വരൂ. പുലിശ്ശേരി റെഡിയാണ് അല്ലേ? എങ്കിൽ നിങ്ങളുടെ സമയം ആരംഭിക്കുകയാണ്. 3, 2, 1, 0. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല, അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ല. ഇതേത് സുവിശേഷ ഭാഗമാണെന്നറിയാമോ? യോഹന്നാൻ 12, 13, 16 അല്ലേ? ഉത്തരം ശരിയാണ്. ടീം പുലിശ്ശേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം വലിപ്പാറ, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. നേരത്തെ ചെയ്തിട്ടില്ല. ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്? പറ്റും. വചനം ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്? ഉണ്ട്. 1-2 വാക്കുകൾ കാണുമ്പോൾ തന്നെ അത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ശ്രമിക്കാം. വരൂ. റെഡിയാണ് അല്ലേ? നിങ്ങളുടെ സമയം ആരംഭിക്കുകയാണ്. 3, 2, 1, 0. ഡീക്കന്മാർ ഗൗരവബുദ്ധികളായിരിക്കണം. മത തീവ്രവാദികളോ മദ്യാസക്തിക്ക് അധീനരോ അതുപോലെ തന്നെ ഹീനമായ ലാഭേച്ഛയുള്ളവരായിരിക്കരുത്. ടീം വലിപ്പാറ, ഇത് ശരിയാണോ? വായിച്ചത് തെറ്റാണെന്ന്. ശരിയായിട്ടൊന്ന് വായിക്കാമോ? ഡീക്കന്മാർ ഗൗരവബുദ്ധികളായിരിക്കണം. അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനരോ അതുപോലെ തന്നെ ഹീനമായ ലാഭേച്ഛയുള്ളവരോ ആയിരിക്കരുത്. അതൊരു ചെറിയ തെറ്റുകൂടിയുണ്ട്. ചെറിയ തെറ്റുണ്ട്, പക്ഷെ അതൊരു വലിയ പ്രശ്നമല്ല. ചെറിയൊരു ഗ്രാമറിൻ്റെ ഒരു ചെറിയ കാര്യം. ഏതാണ് ആ തെറ്റെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതുപോലെ തന്നെ എന്നുള്ള കാര്യമാണ്. അതെവിടെയാണ് വരേണ്ടത്? ഇനി മാറ്റണ്ട, അത് വരേണ്ടത് തുടക്കത്തിലാണ്. അതുപോലെ തന്നെ ഡീക്കന്മാർ ഗൗരവബുദ്ധികളായിരിക്കണം. അസത്യവാദികളോ മദ്യാസക്തിക്ക് അധീനരോ ഹീനമായ ലാഭേച്ഛയുള്ളവരോ ആയിരിക്കരുത് എന്നതാണ് വചനം. ടീം വലിപ്പാറ, നിങ്ങൾക്ക് തരികയാണ് നിങ്ങളുടെ പോയിന്റ്, 30 പോയിന്റുകൾ. ടീം കല്ലേപ്പള്ളി, നിങ്ങൾ റെഡിയാണ്? വരൂ.
റെഡിയാണല്ലോ? സമയം ആരംഭിക്കുന്നു. 3, 2, 1, 0. സെക്കൻഡ് കൂടി. സെക്കൻഡ് കൂടി വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരി, ഇനി ശ്രദ്ധിക്കുക, എന്നെ മാത്രം നോക്കാം. 10 സെക്കൻഡ് കൂടെ എനിക്ക് വേണമെങ്കിൽ തരാൻ പറ്റും. തന്നാൽ നിങ്ങൾ ശരിയാക്കിയാൽ നിങ്ങൾക്ക് 10 പോയിന്റ് തരും. പക്ഷെ തെറ്റിച്ചാൽ 10 പോയിന്റ് തിരിച്ചെടുക്കും. 10 സെക്കൻഡിന്റെ ചലഞ്ച് ഏറ്റെടുക്കുന്നില്ല. ഈ വചനഭാഗം എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമില്ല. ഇങ്ങനെയാണ്: ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. ഈ മത്സരത്തിൽ തന്നെ ഒരു ചോദ്യത്തിൽ ഞാൻ ഭാഗികമായി ഇത് ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാം. 5ാം റൗണ്ടിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് പോയിന്റ് നില? ആരൊക്കെയാണ് വിജയത്തോടടുക്കുന്നത്? നമുക്ക് അന്വേഷിക്കാം. സ്കോർ ബോർഡ്. ടീം ഒലിപ്പാറ 220 പോയിന്റ്സ്. ടീം കല്ലേപ്പുള്ളി 130 പോയിന്റ്സ്. ടീം പുല്ലിശ്ശേരി 220 പോയിന്റ്സ്. ചോദ്യം നിങ്ങൾ വാങ്ങുകയാണ്, നിങ്ങൾ വില കൊടുത്തു വാങ്ങുകയാണ്. 3 ചോദ്യങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ആലോചിച്ച് ആവശ്യമെങ്കിൽ മാത്രം ചോദ്യം സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. 1ാമത്തെയും 2ാമത്തെയും ചോദ്യങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടാം. 3ാമത്തേതിന് അത് കഴിയുകയുമില്ല. നാം ഈ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ടീം ഒലിപ്പാറ, എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥിതി? നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഞങ്ങളിപ്പോൾ 220 പോയിന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ടൈപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. 1ാം സ്ഥാനത്താണോ? 1ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്താണ്. യെസ്. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? 1ാം സ്ഥാനത്ത് തന്നെ എങ്ങും തൊടാതെ നിൽക്കാനാണോ പോകുന്നത്, അതോ റിസ്ക് എടുക്കാൻ പോവാണ്? പുള്ളിശ്ശേരിക്ക് ആദ്യം ഇരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. 30 പോയിന്റ് നൽകി ചോദ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? യെസ്, എടുക്കാൻ പോവുകയാണ്. പോയിന്റിങ് തരുമ്പോൾ നിങ്ങളിപ്പോൾ എത്രാം സ്ഥാനത്താണ്? 2ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഭയപ്പെടുത്തുന്നുണ്ടോ? ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും CCC പഠിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. CCC പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ധൈര്യം, അല്ലേ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 30 പോയിന്റിന്റെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: പൂർവകാലങ്ങളിൽ സംസാരിച്ച ദൈവം ആരുമായി അനുസ്യൂതം സംഭാഷണം നടത്തുന്നുവെന്നാണ് ദൈവവർബമിൽ നിന്ന് CCCയിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. ദൈവവർബം എന്ന ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഉള്ള ഉദ്ധരണിയാണിത്. പൂർവകാലങ്ങളിൽ സംസാരിച്ച ദൈവം ആരുമായി അനുസ്യൂതം സംഭാഷണം നടത്തുന്നു? തൻ്റെ പുത്രന്റെ വധുവുമായി. ഉത്തരം ശരിയാണ്. തൻ്റെ പ്രിയപുത്രന്റെ വധുവുമായി. ആരാണ് ആ വധു? സഭ. തിരുസഭയാണ്. ടീം ഒലിപ്പാറ 60 പോയിന്റുകൾ. ചെറുതായിട്ടൊന്ന് ലീഡ് ചെയ്തു അല്ലേ? അതങ്ങനെ തന്നെ നിലനിർത്തുന്നതാണോ ബുദ്ധി, അതോ റിസ്ക് എടുത്ത് എങ്ങാനും പുറകോട്ട് പോയാലോ? പക്ഷേ 80 പോയിന്റാണ് ഇനി കിട്ടാനിരിക്കുന്നത്. 40 ഞങ്ങൾ അങ്ങോട്ട് തരും, അപ്പോഴാണ് 80 തരുന്നത്. എന്നാലും ഞാൻ തരുന്ന 80 ആണല്ലോ. 80 ആണെങ്കിൽ 40 അവിടെ ഞങ്ങളുടെ സ്റ്റോറി. അങ്ങനെ ഒരു സൂത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? ശരി,
നിങ്ങൾ ഈ 40 പോയിന്റ് തന്ന് മറ്റൊരു 40 കൂടെ നേടുന്നോ? ഇല്ല അച്ഛാ, ഞങ്ങൾ റിസ്ക് ഇനി അധികം എടുക്കുന്നില്ല. Risk എടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ലീഡ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ. അങ്ങനെ നിൽക്കാൻ പോവുകയാണ്. എങ്ങാനും അവർ 3 എടുത്ത് 3 ശരിയാക്കിയാലോ? സാരല്ലേ, പോയിക്കോട്ടെ. പോയിക്കോട്ടെ, അങ്ങനെ വിചാരിച്ച് സമാധാനിക്കും. ഉറപ്പാണ്? ഈ തീരുമാനത്തെക്കുറിച്ച് പിന്നീട് ഖേദിക്കുമോ? ഇല്ല. ഇല്ല. നമുക്ക് പോകാം അടുത്ത ടീമിലേക്ക്. ടീം കല്ലേപ്പള്ളി, എന്താണ് നിങ്ങളുടെ സ്ഥിതി? ഞങ്ങൾ ലാസ്റ്റ് അവസാനമാണ്. നിങ്ങളിപ്പോൾ തേർഡിലാണ് നിൽക്കുന്നത്. ഒരു 3 ചോദ്യങ്ങൾ അങ്ങ് എടുത്താൽ മുകളിലോട്ട് കയറാവുന്ന കാര്യമല്ലേ ഉള്ളൂ? അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ശരി, നിങ്ങൾ ചോദ്യം എടുക്കാൻ പോവുകയാണ്. എത്ര പോയിന്റ് കിട്ടിയാൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയുണ്ട്? 120 പോയിന്റ്. 120 മുഴുവൻ കിട്ടിയാൽ അടുത്ത ഘട്ടം. നിങ്ങളതുകൊണ്ട് 3 ചോദ്യവും എടുക്കും. ചോദ്യം ഇതാണ്: ആരിലൂടെയാണോ സുവിശേഷത്തിൻ്റെ സജീവ ശബ്ദം സഭയിലും സഭയിലൂടെ ലോകം മുഴുവനിലും മുഴങ്ങുന്നത്, അത് വിശ്വാസികളെ പൂർണ്ണ സത്യത്തിലേക്ക് അനയിക്കുകയും ക്രിസ്തുവിൻ്റെ വചനം അവരിൽ സമൃദ്ധമായി വസിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു? ഐ റിപ്പീറ്റ്. ആരിലൂടെയാണോ സുവിശേഷത്തിൻ്റെ സജീവ ശബ്ദം സഭയിലും സഭയിലൂടെ ലോകം മുഴുവനിലും മുഴങ്ങുന്നത്, അത് വിശ്വാസികളെ പൂർണ്ണ സത്യത്തിലേക്ക് ആനയിക്കുകയും ക്രിസ്തുവിൻ്റെ വചനം അവരിൽ സമൃദ്ധമായി വസിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു? ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? സത്യാത്മാവ്. ഉത്തരം ശരിയാണത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ടീം കല്ലേപ്പള്ളി, നിങ്ങളുടെ കോൺഫിഡൻസ് നന്നായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. 60 പോയിന്റുകൾ. ടീം കല്ലേപ്പള്ളി, ഇത്രയും നന്നായി CCC ഒക്കെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടാണോ ടെൻഷൻ അടിച്ചു തന്നത്? അല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 3 പോയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. 3 ഈ ഇതെടുത്ത് 2 എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഗിയറിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഗിയറിലാണ്. ആമുഖം മുതൽ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു CCC നന്നായി പഠിക്കാൻ കഴിഞ്ഞു. ആമുഖം വെച്ചാൽ ആദ്യം എനിക്ക് ഉള്ളിൽ നിന്ന് വായിച്ചപ്പോൾ ഒന്നും കിട്ടില്ല. ആമുഖം മുതൽ അതിനെ പഠിച്ച് കുറേ സമയം ഞാൻ അതിനു വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് കുറച്ചും കൂടി ഉൾക്കാഴ്ച, എന്തൊക്കെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് അച്ഛനോട് ഇത്തിരി സ്നേഹം തോന്നി. ആരെങ്കിലും ഇത്രയും വലിയ റിസ്ക് എടുക്കാൻ അച്ഛൻ ഒരു അനുവാദം അല്ലെങ്കിൽ അച്ഛൻ എടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് തോന്നി. വളരെ സന്തോഷമുണ്ട്. CCCയുടെ പഠനം അനായാസകരമല്ല. പക്ഷെ അത് പഠിക്കുന്നത് അപ്പോഴാണ് നമ്മൾ വചനം പഠിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മൾ സഭയെ മനസ്സിലാക്കി തുടങ്ങുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി നിർബന്ധിക്കപ്പെടുക തന്നെ വേണം. അനേകം ആളുകൾക്ക് ഇത് വായിക്കാനുള്ള പ്രചോദനം ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ ഈ സ്വപ്നം. ചോദ്യത്തിലേക്ക് സെന്റ് അഗസ്റ്റിനും അത് തന്നെയല്ലേ പറഞ്ഞത്? സഭയുടെ പ്രബോധന അധികാരം എന്നെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാനത് സുവിശേഷം പഠിക്കും. നിങ്ങൾക്കുള്ള ചോദ്യം 40 പോയിന്റുകൾ തരാൻ പോവുകയാണ്. തരും. ചോദ്യം: ഇവ രണ്ടും ഒരേ ദൈവീക ഉറവയിൽ നിന്ന് പ്രവഹിച്ച് ഒരു തരത്തിൽ ഏകീഭവിക്കുകയും ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇവ രണ്ടും ഒരേ ദൈവിക ഉറവയിൽ നിന്ന് ഉത്ഭവിച്ച് ഒരേ തരത്തിൽ ഏകീഭവിക്കുകയും ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഏത് രണ്ടും? വിശുദ്ധ ലിഖിതങ്ങളും വിശുദ്ധ പാരമ്പര്യങ്ങളും. വളരെ കൃത്യം, വളരെ പെട്ടെന്നുള്ള ഉത്തരം ശരിയാണ്. ടീം കല്ലേപ്പള്ളി വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും 80 പോയിന്റുകൾ നേടിത്തരുന്നു. നിങ്ങൾ പറഞ്ഞത് സത്യമാണ് അല്ലേ? നല്ല ആഗ്രഹത്തോടെ താല്പര്യത്തോടെ പഠിക്കുകയും CCCയെ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രബോധന ഗ്രന്ഥത്തെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്തു. നല്ല കാര്യം. അടുത്ത ചോദ്യം എടുക്കുന്നു? എടുക്കും. തരും. ചോദ്യം ഇതാണ്: അപ്പസ്തോലിക പ്രഘോഷണം എന്തിലൂടെയാണ് ഇന്നും തുടരുന്നത്? അപ്പസ്തോലിക പ്രഘോഷണം എന്തിലൂടെയാണ് ഇന്നും തുടരുന്നത്? മെത്രാന്മാരിലൂടെ. മെത്രാന്മാരിലൂടെ. മെത്രാന്മാരെന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി തിരഞ്ഞെടുക്കപ്പെട്ട അവർ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ്. ഉത്തരം ശരിയാണ്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. അപ്പസ്തോലന്മാരുടെ പ്രഘോഷണം ഇന്നും തുടരുന്നത് ആ മെത്രാന്മാരിലൂടെയാണ്. ടീം കല്ലേപ്പള്ളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. തൃപ്തിയായ 120 പോയിന്റ് ലഭിച്ചു അല്ലേ? CCC പഠിക്കാൻ പലപ്പോഴും നമുക്ക് ഉത്തരം മുട്ടുന്ന കാര്യങ്ങളിൽ നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾക്ക് ഡയറക്ഷൻ കിട്ടണമെങ്കിൽ എല്ലാ മതാധ്യാപകരും അത് പഠിക്കണം എന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ 9ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന മത അധ്യാപികയാണ്. പക്ഷെ അത് കൂടുതൽ ഇനിയുമുള്ള എല്ലാതും എനിക്ക് വായിച്ചു നോക്കണം. അതിൽ 286 പോയിന്റുകളും 2865 CCC കർത്താവ് തരുന്ന വലിയൊരു കൃപയാണ്. അവിടുത്തെ വചനവും അതിനെക്കുറിച്ചുള്ള തിരുസഭയുടെ പഠനവും സ്വീകരിക്കാൻ, തിരുസഭയോടുള്ള സ്നേഹത്തിൽ ധാരാളം വളരാൻ ടീം കല്ലേപ്പള്ളിക്ക് സാധിക്കട്ടെ. നമ്മൾ പോവുകയാണ് അടുത്ത ടീമിലേക്ക്. ടീം പുലിശ്ശേരി, നിങ്ങളുടെ നെഞ്ചിടിപ്പൊന്ന് വർദ്ധിച്ചു കാണും അല്ലേ? എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥിതി?
എന്തായാലും മുന്നോട്ട് തന്നെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ റൗണ്ട് ആരംഭിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി? ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ആശ്വാസം ഉണ്ടായി. ഇപ്പോഴോ? ഇപ്പോൾ വലിയ കുഴപ്പമില്ല. നിങ്ങൾ എത്ര സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത്? ഇപ്പോൾ 2ാം സ്ഥാനം ആണെന്നാണ് തോന്നുന്നത് അല്ലെ? 2ാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്. അല്ല. ഇനി ചോദ്യം എടുക്കുകയും ഉത്തരം തെറ്റുകയും ചെയ്താൽ എന്തുണ്ടാവും? അതാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ ആ ദൈവത്തിന്റെ വിധിയോട് ചേരുന്നു. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. നിങ്ങളുടെ തീരുമാനത്തെ ദൈവം അംഗീകരിക്കുക മാത്രമേ ചെയ്യൂ. ഞങ്ങൾ ഇതിനു വേണ്ടി പഠിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ട വിധം ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ അല്ലേ? ശരി, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: എന്തുവഴിയാണ് അപ്പസ്തോലന്മാർ ദൈവദാനങ്ങൾ എല്ലാ മനുഷ്യർക്കുമായി പകർന്നു കൊടുക്കുകയും രക്ഷാകര സത്യം മുഴുവൻ്റെയും ധാർമ്മിക വ്യവസ്ഥയുടെയും ഉറവിടമായി അതിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്? അപ്പസ്തോലന്മാർ എന്തുവഴിയാണ് ദൈവദാനങ്ങൾ എല്ലാവർക്കുമായി പകർന്നു കൊടുക്കുന്നതും രക്ഷാകര സത്യം ധാർമ്മിക വ്യവസ്ഥയുടെ ഉറവിടമായി അതിനെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുവഴിയാണ്? സുവിശേഷം വഴി. ഉത്തരം ശരിയാണ്. സുവിശേഷം വഴി, സുവിശേഷം പ്രഘോഷിക്കുന്നത് വഴിയാണ്. ടീം പുലിശ്ശേരി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. 3 ടീമുകളും ആവേശത്തോടെയാണ്, ഒപ്പത്തിനൊപ്പമാണ്. അടുത്ത ചോദ്യം എടുക്കാനുള്ള, റിസ്ക് എടുക്കാനുള്ള ധൈര്യമുണ്ടോ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എടുക്കാൻ പോവുകയാണ് അല്ലേ? എടുത്തിട്ട് 40 പോയിന്റ് തന്നിട്ട് അത് പോയാലോ? പോകാതിരിക്കട്ടെ, തരൂ. ചോദ്യം: അപ്പസ്തോലന്മാർ 2 മാർഗങ്ങളിലൂടെയാണ് വാചികമായി സുവിശേഷം പകർന്നു കൊടുത്തത്. അപ്പസ്തോലന്മാർ 2 മാർഗങ്ങളിലൂടെയാണ് വാചികമായി സുവിശേഷം പകർന്നു കൊടുത്തത്. ഏതൊക്കെയാണ് അവ രണ്ടും? മാതൃക വഴിയും അവർ സ്ഥാപിച്ച സംവിധാനങ്ങൾ വഴി. ഉത്തരം ശരിയാണ്. അവരുടെ ജീവിത മാതൃക വഴി, 2 അവർ സ്ഥാപിച്ച സംവിധാനങ്ങൾ വഴി. എന്തൊക്കെയാണത്? ജീവിത മാതൃക എന്ന് പറയുന്നത് നമുക്കറിയാം, അവരുടെ ലൈഫ് എക്സാമ്പിൾ തന്നെയാണ്. രണ്ടാമത്തേത് അവർ സ്ഥാപിച്ച സംവിധാനങ്ങൾ. ഈശോ സ്ഥാപിച്ച സഭയിൽ വചനം പകർന്നു കൊടുക്കാൻ, പ്രഘോഷിക്കാനൊക്കെ അവർ നിയമിച്ച ഡീക്കന്മാർ, അവരുടെ കൂട്ടുവേലക്കാരായി തിരഞ്ഞെടുത്ത വൈദികർ, ഇവരൊക്കെ വഴി, അതൊക്കെ അതിൻ്റെ സംവിധാനങ്ങളായിരുന്നു. കൗൺസിലുകൾ അവർ സ്ഥാപിച്ച സംവിധാനങ്ങളാണ്. ജെറുസലേം സൂനകദോസ് ആദ്യത്തെ കൗൺസിലാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെയും മാതൃകയിലൂടെയും അവർ സ്ഥാപിച്ച സംവിധാനങ്ങളിലൂടെയുമാണ് സുവിശേഷം പകർന്നു കൊടുത്തത് വാചികമായി. ടീം പുലിശ്ശേരി, നിങ്ങൾക്ക് കിട്ടുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. പുലിശ്ശേരി, അടുത്ത ചോദ്യം കൂടെ കിട്ടിയാൽ 100 പോയിന്റ് കയ്യിലാവില്ലേ? മേടിക്കുന്നോ? പോയാൽ 50 പോയിന്റേ പോവുള്ളൂ. 50 പോയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? തീരുമാനമെടുക്കും. തയ്യാറാണ്. എടുക്കാൻ തയ്യാറാണ്. തരൂ. കയ്യിലുണ്ടായിരുന്ന 50 പോയിന്റുകൾ സേഫായ ഒരു സ്ഥലത്ത് നിൽക്കെ വിട്ടുകളയുന്നത് വിവേകമായിരുന്നു. ഞങ്ങൾ എന്തായാലും എടുക്കാൻ തീരുമാനിച്ചു. അത് കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: അപ്പസ്തോലിക പ്രഘോഷണം എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? അപ്പസ്തോലിക പ്രഘോഷണം എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? ഇടമുറിയാതെ ലോകാവസാനം വരെ സഭയിൽ സംരക്ഷിക്കപ്പെടണം. ടീം പുലിശ്ശേരി, സംരക്ഷിക്കപ്പെടുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? അപ്പസ്തോലിക പ്രഘോഷണം എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? അത് തലമുറകളിലേക്ക് വാചികമായി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ കലർപ്പുണ്ടാകാം, തെറ്റുകൾ വരാം, ചില ഭാഗങ്ങൾ നഷ്ടപ്പെടാം. പക്ഷേ അതുകൊണ്ടത് രേഖപ്പെടുത്തുകയും വചനഗ്രന്ഥമായി അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അല്പം കൂടി ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്ത നിങ്ങളുടെ ഉള്ളിലൂടെ പോയിരുന്നോ? ഇത് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത് തന്നെയായിരുന്നു. 50 പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. വിഷമമുണ്ടോ?
സങ്കടമില്ല? ഇല്ല. കണ്ണു നിറഞ്ഞിട്ട് സങ്കടമില്ല എന്ന് പറയുന്നത് പോലെ. നമുക്ക് നോക്കാം. ഈ റൗണ്ടും ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഈ എപ്പിസോഡ് തന്നെ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്, ആരൊക്കെയാണ് അടുത്ത മത്സരത്തിൽ നാം കണ്ടുമുട്ടാൻ പോകുന്നത്. സ്കോർ ബോർഡിലേക്ക് 240 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് ടീം പുല്ലിശ്ശേരി. 250 പോയിന്റ് വീതം പങ്കിട്ടെടുത്തുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് ടീം കല്ലേപ്പള്ളിയും ടീം ഒലിപ്പാറയും. എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇതൊരു ട്വിസ്റ്റായി പോയി, ദൈവത്തിന്റെ വല്ലാത്ത ട്വിസ്റ്റായി പോയി. ടീം കല്ലേപ്പള്ളി, ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതിയും തോന്നുന്നു. അവസാനം തോന്നണമെന്നല്ല, ഉറപ്പാണ്. ദൈവത്തിന്റെ പദ്ധതി എന്നതിനെ വിളിക്കാൻ പറ്റില്ല. നിങ്ങൾ നന്മയായിട്ടുള്ളത് എന്ത് പ്രവർത്തിച്ചാലും അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെടുന്നതാണ്. ദൈവം നേരത്തെ ആര് ജയിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് വെക്കുന്നില്ല. നിങ്ങളുടെ പങ്കാളിത്തത്തെ ദൈവം അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നന്നായി മത്സരിക്കാൻ കഴിഞ്ഞോ? ആദ്യത്തെ റൗണ്ട് ഞങ്ങൾ ബൈബിളിൽ കുറച്ച് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്നിച്ചിരുന്ന് പഠിക്കാനോ ഞങ്ങൾക്ക് ഇപ്രാവശ്യം സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിച്ചത്? CCCയുടെ തറവായിട്ടുള്ള പഠനം ആണ് അല്ലേ? നന്നായിരിക്കട്ടെ. ടീം പുലിശ്ശേരി, അപ്രതീക്ഷിതമായിരുന്നു അല്ലേ? എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? അവസാനത്തെ ക്വസ്റ്റ്യൻ ഞങ്ങളെ വല്ലാതെ അതെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അത് ഞങ്ങൾ ഒരുവിധം എല്ലാം പഠിച്ചതായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല. അതെടുത്തിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉള്ളിലാകുമായിരുന്നോ? ഫസ്റ്റ് ആകുമായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് ആകുമായിരുന്നു അല്ലേ? ഫസ്റ്റ് ആകുമായിരുന്നു. അശ്രദ്ധയുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ നമ്മൾ അർഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കാതെ വരാം. പക്ഷെ എനിക്കുള്ള സന്തോഷം ഇതൊന്നുമല്ല. നിങ്ങൾ നന്നായി പൊരുതി നന്നായി പഠിച്ചു എന്ന് മാത്രമല്ല, അവസാന സമയത്ത് നിങ്ങൾ ഒന്നാം സ്ഥാനത്തിരിക്കുമ്പോഴും മറ്റൊരു ചോദ്യം കൂടെ സ്വീകരിക്കാം, അതിന് ഉത്തരം പറയാൻ പറ്റുമെന്നുള്ള നല്ല ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടായി. അത് അഭിനന്ദനാർഹമാണ്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് യാത്രയാക്കുന്നത്. പുലിശ്ശേരി, അഭിനന്ദനങ്ങൾ. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കനിവാർന്ന തേജസ്സാർന്ന മുഖം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ടീം കല്ലേപ്പള്ളിയും ടീം ഒലിപ്പാറയുമാണ്. വീണ്ടും നാം കണ്ടുമുട്ടും പുതിയൊരു എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളും പുതിയ ടീമുകളുമായി. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, തിരുസഭയുടെ സംരക്ഷണം അനുഭവിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.